ഞാൻ വിളിക്കാം കേട്ടോ. എന്താ മാസ്റ്റർ? എന്താടാ ഭാഷ? അത് ഇന്നലെ രാത്രി ഇവിടെ തന്നെ ഫൈറ്റേഴ്സ് ആരും ഇതുവരെ എത്തിയിട്ടില്ല. ഫൈറ്റേഴ്സ് യൂണിയനെ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞത് ധർമ്മരാജൻ മാസ്റ്ററോട് വർക്ക് ചെയ്യാൻ ഫൈറ്റേഴ്സ് ആരും തയ്യാറല്ലെന്നാണ് പറഞ്ഞത്. അവനാ ആ ഉദയ്, അവൻ പറഞ്ഞിട്ടുണ്ടാവും ആരും പോകാൻ പാടില്ലെന്ന്. ഇനിയിപ്പോ എന്തോ ഒരു വഴി മാസ്റ്റർ? എന്തു വഴി? നമ്മൾ കാരണം ഈ സിനിമയ്ക്കും ആദിത്യ സാറിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. പോയേക്കാം. ഉദയ് തന്നെ ചെയ്യട്ടെ ആന്റണി. ഷൂട്ടിംഗ് നടക്കട്ടെ. ഞാൻ ആദിത്യ സാറിനോട് കാര്യം പറഞ്ഞിട്ട് വരാം. മാസ്റ്റർ ഒരു മിനിറ്റ്. ഇത് ഹീറോയുടെ സുഹൃത്തുക്കളും വില്ലന്റെ ഗ്യാങ്ങും തമ്മിലുള്ള ഒരു കൂട്ടത്തല്ലല്ലേ? അതെ, ഒരു ഗ്യാങ് നമ്മുടെ ആർട്ടിസ്റ്റുകളുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗ്രൂപ്പായിട്ടാണ് ഫൈറ്റേഴ്സിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ, ഈ സീക്വൻസ് ഒരു 3-4 ക്യാമറ വെച്ച് ഒരു സിംഗിൾ ഷോട്ടിൽ വളരെ റിയൽ ആയിട്ട് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? മനസ്സിലായില്ല. മാസ്റ്റർ റെഡി ആയിക്കോ, വഴിയുണ്ട്. റെഡിയല്ലേ? ഓ റെഡിയാണ് മാസ്റ്റർ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ്. അയ്യപ്പ അയ്യപ്പ അടി. മാസ്റ്റർ അവന്മാർക്ക് അയ്യപ്പ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണമല്ല. ആക്ഷൻ പറ. ഓ ആക്ഷൻ. ആക്ഷൻ പറഞ്ഞു. ഇടി. എടാ ആക്ഷൻ ആക്ഷൻ. ആ തലമുടിയിലത്തെ മാസ്റ്റർ കുത്തിയിരുന്നുണ്ട്. അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞല്ലേ, എന്നെ പയ്യ അച്ഛൻ. മാസ്റ്റർ ഒരു മിനിറ്റ് മയക്കം. ഇവന്മാരെന്തോ കാണിക്കുന്നു? ഇവന്മാർ ശരിക്കും തല്ലുവാ മാസ്റ്റർ. എന്തോ ആന്റണി, നമ്മുടെ പിള്ളേരാ സാർ, കോളനിന്ന്. സിനിമയില് ഇതൊക്കെ വീണ് കിട്ടുന്ന ഭാഗ്യങ്ങളാണ് മാസ്റ്റർ. ഒറിജിനൽ ഫൈറ്റേഴ്സിനെ വെച്ച് കോറിയോഗ്രാഫി ചെയ്യുന്ന സീക്വൻസിനേക്കാൾ എന്ത് സ്റ്റൈലായിണ്ടത്. സംഗതി ലൈവായി. കോളനിക്കാരെ വിളിക്കാനുള്ള ആന്റണിയുടെ ഐഡിയ അത് ഇത്രയും സക്സസ് ആവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ആ ചെക്കൻ കൊള്ളാൻ കേട്ടോ. അവനാണ് മാസ്റ്റർ യഥാർത്ഥ ശിഷ്യൻ. ഉദയുണ്ടല്ലോ, കുടിച്ച വെള്ളത്തിൽ നമ്പാൻ പറ്റത്തില്ല. ആന്റണി ഈസ് എ ബോൺ ഫൈറ്റർ. പൊരുതി ജയിക്കുന്നവനെന്നും നല്ല മനസ്സായിരിക്കും. ഫ്ലൂക്കിനൊരു ഫൈറ്റ് നന്നായെന്ന് വെച്ച് ഇത്രയൊന്നും പറഞ്ഞ് പുകഴ്ത്താനില്ല. ബട്ട് സീരിയസ്ലി ഞാൻ ഈ ഫൈറ്റ് പ്ലാൻ ചെയ്തത് ഇങ്ങനൊന്നുമല്ല. ജിമ്മി ജിബ് ഒരു കംപ്രസ് ടെലി ഇട്ടിട്ട് ആദ്യം നിനക്ക് പറഞ്ഞിട്ടുള്ളത് മര്യാദയ്ക്ക് ചെയ്ത് പടി. ജിബിലും ക്രെയിനിലും ഒക്കെ നമുക്ക് പതുക്കെ കയറാം. അതിനിവിടെ തൽക്കാലം വേറെ ആൾക്കാരുണ്ടല്ലോ. ഗൗരി, ഞാൻ ഇറങ്ങുക. ഷാൽ ഐ ഡ്രോപ്പ് യു ബാക്ക്? കീർത്തിലാലിൽ ഒരു സോളിറ്റയർ എക്സിബിഷൻ ഉണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ പിക്ക് അപ്പ് സംതിങ്. ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. യു നോ ഐ ഇല്ല പ്രേം, യു ക്യാരി ഓൺ. ഓക്കെ. ഇനി വന്നേ. ഈ സോളിറ്റയർ വാങ്ങിച്ചു തരാം, ജിമിക്ക് വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ ഇവിടെ വർക്കൗട്ട് ആവൂല. കാശ് കണ്ട് വിടുന്ന ടീമല്ലടാ. നീ റൂട്ട് മാറ്റി പിടി.
നാളത്തെ ആർട്ട് പ്രോപ്പർട്ടീസിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഷോർട്ട് സമയത്ത് അതില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. ഇൻഡസ്ട്രിയൽ ക്രെയിൻ ഇടപാടിയിട്ടുണ്ടല്ലോ, ഒന്ന് റീചെക്ക് ചെയ്തോളാം കേട്ടോ. നമസ്കാരം, ഞാൻ പ്രഭു സോളമൻ, ഫൈറ്റേഴ്സ് യൂണിയൻ പ്രസിഡന്റാ. നമസ്കാരം. എനിക്ക് നിങ്ങളുടെ പടത്തിന്റെ ഫൈറ്റ് മാസ്റ്റർ ഒന്ന് കാണണം ഇപ്പൊ തന്നെ. എന്താ സാർ കാര്യം? ഇതൊക്കെ തന്നോട് ബോധിപ്പിച്ചാലേ കാണാൻ പറ്റുള്ളൂ. വിളിച്ചിറക്കടാക്കളവനെ. ഓ നാളെ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? നാളെ ഗൗരിയുടെ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നുള്ള ജമ്പ ക്ലൈമാക്സ് ലീഡ്. ആ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ ചാടുമല്ലോ അല്ലേ? ഞാൻ ട്രൈ ചെയ്യാം സർ. അത് മതി, ആ മനസ്സ് മതി. ചാട്ടം എന്നൊരു ചീറ്റ് എഴുതിയിട്ട ആ ഏരിയ വരാത്തൊരു നായകനാണ് എൻ്റെത്. അത് ബാലൻസ് ചെയ്യേണ്ടത് തെന്നിന്ത്യൻ സൂപ്പർ നായികയാണേ. താങ്ക്സ് ഡാർലിംഗ്. മേ ഐ കമിൻ സാർ? സാർ, ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ആ ഉദയ് ഫൈറ്റേഴ്സ് യൂണിയന്റെ ആൾക്കാരുമായിട്ട് താഴെ വന്ന് നിൽക്കുകയാണ്. മാസ്റ്റർ ഒന്ന് താഴോട്ട് വന്നാൽ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. ഇവനിത് രണ്ട് മേടിച്ച് കെട്ടിയിട്ട് പോകത്തുള്ളൂ. മാസ്റ്റർ വന്നേ, വാ. അത് വേണ്ട, സാറ് വന്ന ഇഷ്യൂ അങ്ങ് വലുതാവും. ഞങ്ങളത് നൈസായിട്ട് ഡീൽ ചെയ്ത് വിട്ടോളാം. നൈസായിട്ട് ഡീൽ ചെയ്താലും ഇല്ലെങ്കിൽ സത്യ ഒരു കാര്യം ഉറപ്പാണ്, ഉദയ് ഇനി ഈ പടം ചെയ്യുന്നില്ല. ബാക്കി ഫുൾ ഫൈറ്റ്സും മാസ്റ്റർ തന്നെ ചെയ്യുന്നു. ഇനി ഫൈറ്റേഴ്സ് യൂണിയൻ എന്നെ ബാൻ ചെയ്താലും സാരമല്ല. ചെല്. മാസ്റ്റർ എന്ത് പറഞ്ഞാലും ഒരു ന്യായീകരണവുമില്ല. ഇത്രയും ശക്തമായ ഒരു ഫൈറ്റേഴ്സ് യൂണിയൻ ഇവിടെ നിലവിലുള്ളപ്പോൾ അതിൽ അംഗങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തിയ ഒരു ഫൈറ്റ് എടുക്കാൻ മാഷക്ക് അങ്ങനെ ധൈര്യം വന്നു? ഒരു ഫൈറ്റിന്റെ ഷൂട്ടിംഗ് ചാർട്ട് ചെയ്തിരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അതിലേക്ക് ഞാൻ ബ്ലോക്ക് ചെയ്തിരുന്ന ഫൈറ്റേഴ്സ് ആരും തന്നെ വരില്ലെന്ന് പറയുകയും ഈ വിവരം യൂണിയൻ ഓഫീസിൽ അറിയിച്ചപ്പോൾ ഉദയല്ല ഈ സിനിമ ചെയ്യുന്നെങ്കിൽ ഒരു ഫൈറ്റേഴ്സും ഈ സിനിമയുമായി സഹകരിക്കില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന വാദങ്ങളൊക്കെ തെരുവിൽ നിന്ന് കണ്ട അലവലാദികളെ വിളിച്ച് ഫൈറ്റ് ഷൂട്ട് ചെയ്തതിന് ശേഷം അല്ല പറയേണ്ടത്. ഇത്രയും ഗുരുതരമായ നിയമലംഘനം നടത്തിയ ധർമ്മരാജൻ മാഷ് തന്നെയാണ് തുടർന്ന് ഈ സിനിമ ചെയ്യുന്നതെങ്കിൽ ഈ സിനിമയുടെ റിലീസ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും. സാറുമാരൊലത്തും. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? ഞാനാ വിളിച്ചത്. ഇനി എനിക്ക് വേണ്ടി ഇവൻ സംസാരിക്കും. ഒരു സിനിമയിൽ ഫൈറ്ററായി പ്രവർത്തിക്കാൻ ഫൈറ്റേഴ്സ് യൂണിയൻ അംഗത്വം വേണമെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരു പുതുമുഖ നടന് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കണമെങ്കിൽ അതിന് നിലവിലുള്ള ഒരു സംഘടനയുടെയും അംഗത്വം ആവശ്യമല്ല. ധർമ്മരാജൻ മാസ്റ്റർ ഷൂട്ട് ചെയ്ത ഫൈറ്റിൽ അഭിനയിച്ച 5 സ്റ്റാർ കോളനിയിലെ എന്റെ സുഹൃത്തുക്കൾ ഈ സിനിമയിലെ കഥാപാത്രങ്ങളാണെങ്കിലോ? കഥാപാത്രങ്ങൾ? ഏത് കഥാപാത്രങ്ങൾ? ഞാൻ അതെ ഉദയ മാസ്റ്ററെ, നായികയുടെ ചേട്ടൻ, വല്യച്ഛൻ, കൊച്ചച്ഛൻ, മാമൻ, മാമി, കസിൻസ്, അയലോക്കത്തുള്ളവർ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഈ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ സത്യൻ സാറിനോട് ചോദിച്ചാൽ മതി. അതെ, അവരെല്ലാം ഈ സിനിമയുടെ നിർണായക കഥാപാത്രങ്ങളാണ്. പക്ഷേ ഒരു ഫൈനൽ എഡിറ്റിംഗ് വരുമ്പോൾ അവരൊക്കെ ഈ ഫൈറ്റിൽ മാത്രമായി ചുരുങ്ങിയേക്കാം. അതൊക്കെ ഈ സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ആദിത്യൻ സാറിന്റെ സ്വാതന്ത്ര്യം, അവകാശം അല്ലേ? കറക്റ്റ്. ഒരു സിനിമയിലെ കഥാപാത്രങ്ങൾ മാത്രം അടങ്ങുന്ന ഡ്യൂപ്പുകളുടെയോ മറ്റ് ഫൈറ്റേഴ്സിന്റെയോ ആവശ്യമില്ലാത്ത ആക്ഷൻ സീക്വൻസുകൾ ഷൂട്ട് ചെയ്യാൻ ഒരു ഫൈറ്റ് മാസ്റ്ററും അസിസ്റ്റന്റും മാത്രം മതി എന്ന നിയമവും ഈ യൂണിയൻ തന്നെയല്ലേ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഫൈറ്റ് ഷൂട്ട് ചെയ്തതിന്റെ പേരിൽ ഈ സിനിമയുടെ റിലീസ് ബ്ലോക്ക് ചെയ്യാൻ സാറുമാരും ഒലത്തും. ആ പിന്നെ ഇന്ന് പ്രൊഡക്ഷൻ നല്ല മൂത്ത ബീഫുണ്ട്. അത് വേണേ വയറ് നിറയെ വെട്ടി വിഴുങ്ങിട്ട് 4 ഏമ്പൊക്കെ വിട്ട് വന്ന വഴിക്ക് വിട്ടോ. പണ്ടൊരിക്കൽ നമ്മൾ തമ്മിലൊന്ന് ഒരസ്യത. അന്ന് നീ നിന്റെ വഴിക്ക് പോയി, ഞാൻ എന്റെ വഴിക്ക് വന്നു. നിങ്ങൾ ഈ ഫൈറ്റ് മാസ്റ്റേഴ്സിനും ഫൈറ്റേഴ്സിനും അറിയാത്ത ഒരു തരം ഫൈറ്റ് ഉണ്ട്, സിനിമയ്ക്ക് പുറത്തുള്ള ഫൈറ്റ്. എന്നെ നിർബന്ധിക്കരുത്, ഞാൻ തല്ലും. ഉദയ് പോ. കാലക്കി ഇതുപോലൊരു ട്വിസ്റ്റ് ആദിത്യൻ സാറിന്റെ ഒരു പടത്തിലും ഉണ്ടായിട്ടില്ല. ഗൗരി, യവന്മാരിങ്ങനെ പലതും പറയും. ഫുൾ സേഫ്റ്റി ഗ്യാരണ്ടി ചെയ്യാൻ ആരെ കൊണ്ടും പറ്റില്ല. ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു പോയാൽ ഒരു പട്ടി ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ. ഒരു ഡ്യൂപ്പിനെ ഉപയോഗിച്ച് ചെയ്യുന്നതിൽ ഒരു കുറവും വിചാരിക്കണ്ട. എല്ലാ സേഫ്റ്റി എക്യുപ്മെന്റ്സും കരുതിയിട്ടുണ്ട് സർ. ഈ പടത്തിന് വേണ്ടി ഓർഡർ ചെയ്തുണ്ടാക്കിയ ബ്രാൻഡ് ന്യൂ ഹാർനസും റോപ്പുമാ. ആദ്യത്തെ ഡിസ്കഷനിൽ തന്നെ ആദിത്യൻ സാർ സൂചിപ്പിച്ചിരുന്ന ഈ ഷോട്ട് ഡ്യൂപ്പില്ലാതെ ഗൗരി മാഡം തന്നെ ചെയ്യുന്നതിനെ കുറിച്ച്. തന്നോട് ആരാടോ ചോദിച്ചത്? തനിക്ക് കെട്ടിടത്ത് നിന്ന് നായികയെ കൊണ്ട് തന്നെ ചാടിച്ച് ഷോട്ട് എടുക്കണം അല്ലേ? അല്ലേ? താൻ പറഞ്ഞ എന്ത് മണ്ടത്തരവും കാണിക്കാൻ ഡെയിലി ബാറ്റയും വാങ്ങിച്ച് കൂടെ കുറെ ബാലാട്ടി പട്ടികൾ ഫൈറ്റേഴ്സ് ഇല്ലേ, അവന്മാർ ആരെങ്കിലും ചാടിയാൽ മതി,
ക്യാമറ ഇവിടെ താഴെ വെച്ചെടുത്ത ആളെ അറിയില്ല. ഹലോ പ്രേം, ക്യാമറ എവിടെ വെക്കണം എന്ന് നീ പഠിപ്പിക്കണ്ട. ഈ ഷോട്ടിൽ റിസ്ക് ഇൻവോൾവ് ആണെന്ന് നിനക്കും എനിക്കും ഗൗരിക്കും മാസ്റ്റർക്ക് പറയാം. പക്ഷെ ഒരു ആക്ടർ ഇത്തരം ചില റിസ്കുകൾ എടുക്കാൻ തയ്യാറാവുന്നിടത്താണ് ഒരു നല്ല ആക്ഷൻ സിനിമ ജനിക്കുന്നത്, ഒരു താരം ജനിക്കുന്നത്. ജനത്തിനറിയാം ഡ്യൂപ്പ് ഏത് നടിയേതെന്ന്. ഇടോ, താനോ ഡ്യൂപ്പില്ല ചെയ്യുന്നില്ല. എന്നാൽ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരുടെ കോൺഫിഡൻസ് കളയുന്നതിന് നമ്മുടെ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീക്വൻസുകളിൽ ഒന്നാണിത്. ഈ ജമ്പ് ഗൗരി തന്നെ ചെയ്താലുണ്ടാവുന്ന ഇമ്പാക്റ്റ് നമ്മുടെ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. പക്ഷേ ഞാൻ നിർബന്ധിക്കില്ല, തീരുമാനം ഗൗരിയുടേതാണ്. ആദിത്യ, പക്ഷേ ഞാൻ പറയുന്നത് പ്രേം, തീരുമാനം ഗൗരിയുടേതാണ്. ആന്റണി, ആന്റണി പറയൂ, ഈ ഷോട്ട് ചെയ്താൽ എന്റെ സേഫ്റ്റി ഗ്യാരണ്ടീഡ് ആണോ? നൂറ് ശതമാനം. സേഫ്റ്റിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഷോട്ട് ചെയ്യാൻ ഒരു കാരണവശാലും മാഡത്തിനെ ഞങ്ങൾ അനുവദിക്കില്ലായിരുന്നു. പിന്നെ ഒരു പേടി തോന്നുന്നത് സ്വാഭാവികമാണ്. വേണമെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് കാണിക്കാം. അത് കണ്ടിട്ട് വിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മാഡം ചെയ്താൽ മതി. ഭാഷ, ഓ ഹാർനസ് എടുക്കടാ. റെഡിയാ? റെഡി മാസ്റ്റർ. അയ്യപ്പ, So what do you think, Gauri? Can you do it? ഓക്കെ സർ, ഞാൻ ചെയ്യാം. Good. സ്റ്റാർട്ട് ക്യാമറ. അയ്യപ്പ, മാഡം കുഴപ്പമൊന്നുമില്ലല്ലോ. മാഡം, മാഡം, താങ്ക്സ്. ഏതൊരു സിനിമയും പോലെ ഈ സിനിമയുടെ വിജയവും ഒരാൾക്ക് മാത്രം, എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. എന്നെ സിനിമാ സംവിധാന രംഗത്തേക്ക് കൈപിടിച്ച് കയറ്റിയ ധർമ്മരാജൻ മാസ്റ്റർ ഈ സിനിമയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചു എന്നുള്ളത് ഈ വിജയത്തിന് ഇരട്ടി മധുരമേകുന്നു. ഓരോ വിജയത്തിനും അവകാശികൾ ഒരുപാടാണ്. എന്നാൽ തോൽവി ഏകാഗിയായ അനാഥനായ ഒരു മനുഷ്യനാണ്. ഇനിയും മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകളുണ്ടാവട്ടെ, പുതിയ പ്രതിഭകളുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും
എൻ്റെ നന്ദി, നമസ്കാരം. നമ്മുടെ സ്വന്തം ആക്ഷൻ സൂപ്പർ സ്റ്റാർ പ്രേമാനന്ദന് മൊമെന്റ് നൽകാൻ പ്രശസ്ത സംവിധായകൻ മേജർ രവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വന്തം കഴിവുകൾ അംഗീകരിക്കപ്പെടാതെ പോകുമ്പോൾ ഒരു നടനുണ്ടാകുന്ന വേദന എന്താണെന്ന് കഴിഞ്ഞ 3.5 വർഷമായി അനുഭവിച്ചവനാണ് ഞാൻ. പ്രേമാനന്ദന് ഫൈറ്റ് ചെയ്യാൻ അറിയില്ല, ഡാൻസ് ചെയ്യാൻ അറിയില്ല, എന്തിന് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞവർ ഈ കൂട്ടത്തിൽ പോലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾക്കുള്ള മറുപടിയാണ് ഫൈറ്റർ എന്ന ഈ സിനിമ. ഈ സിനിമയിൽ നിങ്ങൾ കണ്ട് ആസ്വദിച്ച ആക്ഷൻ സീക്വൻസുകൾ കഴിഞ്ഞ 2 വർഷത്തെ എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അതിസാഹസികമായ പല സീക്വൻസുകളിലും ഒരു ഡ്യൂപ്പിനെ ഉപയോഗിക്കാൻ സംവിധായകൻ നിർബന്ധിച്ചപ്പോഴും ഞാൻ അനുവദിച്ചില്ല. ഒന്ന് ഞാൻ ഇവരൊന്ന് കൂവിക്കോട്ടെ. ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സീനിൽ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ജമ്പ് ചെയ്യാൻ ഡ്യൂപ്പിന്റെ ആവശ്യമില്ല എന്ന് പറയാൻ ഗൗരി മേനോന് പ്രചോദനമായത് എന്റെ ഈ സാഹസികത തന്നെയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവൻ പണയം വെച്ച് ഞാൻ ചെയ്ത സ്റ്റണ്ട് സീക്വൻസുകൾ കണ്ട് സിനിമാ വ്യവസായത്തോടുള്ള മധുരമായ പ്രതികാരം വീട്ടലിന്റെ സുഖം അനുഭവിക്കുകയാണ് ഞാൻ. ആന്റണിയുടെ വീട് ഏതാ? അപ്പനെ കാണാൻ ഒരാൾ വന്നേക്കണേ. വണക്കം, നമസ്കാരം. എന്താടി ഞാൻ നനയ്ക്കാൻ വെച്ചിട്ടുണ്ടാ. എന്റെ മോനാ? അയ്യോ, അല്ലല്ല, അവന്റെ അപ്പനാ ഞാൻ. മേഡം എന്താ ഇവിടെ? ആന്റണിയെ കാണാൻ. എന്നെ കാണാനോ? ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ആന്റണിയുടെ വീടും ഈ കോളനിയും ഒക്കെ കാണാൻ പറ്റുമോ? എന്തേ ഇന്നലെ നേരത്തെ പോന്നെ? അതിപ്പോ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല, ഒരുപാട് ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചെത്താൻ. ഇന്നലെ എല്ലാരും സംസാരിച്ചത് നമ്മുടെ സിനിമയുടെ ആക്ഷൻ സീക്വൻസുകളെ കുറിച്ചായിരുന്നു. ഈ ടൈറ്റിൽസിൽ എഴുതി കാണിക്കുന്ന ഒരു 10-15 പേരുകളും നടീനടന്മാരും മാത്രം അടങ്ങുന്നതാണ് സിനിമ എന്ന് പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇന്നലെ വിജയം കൊട്ടിഘോഷിച്ച നമ്മുടെ സിനിമ കണ്ടവർ ചിലപ്പോൾ ആന്റണിയെ കണ്ടു കാണില്ല. അതുകൊണ്ട് മാത്രം ആ സിനിമയ്ക്ക് വേണ്ടി ആന്റണി ചെയ്തതെല്ലാം ഇല്ലാതാവുന്നില്ലല്ലോ. ആന്റണി ഇല്ലെങ്കിൽ ആ സിനിമയില്ല. അത് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം. സോ ദിസ് ഇസ് ഫോർ യു. നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ആന്റണിക്ക് എന്റെ വകയൊരു ഗിഫ്റ്റ്. അയ്യോ മേഡം, ഇതൊക്കെ എനിക്ക്. അതെന്താ ആന്റണി, ഞാനൊരു ഗിഫ്റ്റ് തന്നാ അത് വാങ്ങില്ലേ? എന്നാ പോട്ടെ. ചാർസൺ ആന്റണി. റോൾസെക്സ് നല്ലട പോർക്കെ. റോളക്സ് അന്യായ വില വന്ന വാച്ചാണ് ഇതൊക്കെ. 10-15 ലക്ഷം. പിന്നെ അല്ലേ തന്നെ വിലയൊക്കെ ഇപ്പൊ എന്തിനു നോക്കണം. മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? അല്ല മച്ചു, ഇതേ കഥയില് ഒരു ഇംഗ്ലീഷ് ഫിലിം ഉണ്ടല്ലോ. ഷോ, പേരങ്ങ് മറന്നു. അതിലൊരു സിനിമ നടി പിച്ചക്കാരനെ പ്രേമിക്കുന്ന രംഗമുണ്ട്.
അത് തുടങ്ങുന്നതും ഒരു വാച്ച് കൊടുത്താ. പിച്ചക്കാരൻ നിന്റെ തന്ത പോടാ. മുത്തു, നീ ഈ വഴിയൊക്കെ അറിയോടാ? കുത്തല്ലേടാ, നിനക്കറിയാലോ ഇവിടെ വന്നെന്ന് പറഞ്ഞാ ഉദയ അവിടെ കയറ് പൊട്ടിക്കും. വാ. പിന്നെ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ഓ, അതൊക്കെ കണക്ക് തന്നെ. അന്തോണീസ് പുണ്യാളോ, ശരി, കാന്താരി നീ ഉണ്ടായിരുന്നോ കൂടെ? അവള് വലിയ സന്തോഷത്തിലാണല്ലോടാ. എവിടുന്ന പയ്യൻ? കണ്ണൂരിൽ നിന്നാ. KSRTC-യിലാ. വീട്ടുകാർ ശ്രീധനം വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചപ്പോഴും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അവളെ കൂടെ കൂട്ടാൻ തയ്യാറായവനാ. എന്നാലും വെറും കൈയോടെ ഇറക്കി വിടാൻ പറ്റൂടാ. സുഖമില്ലാത്ത കുട്ടിയല്ലേ. എന്താടാ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ? ആ, ഒരുവിധം. ഒരു 1.25 ലക്ഷം രൂപയുടെ കുറവുണ്ട്. വഴിയുണ്ടാകും. വീട്ടിൽ ആദ്യത്തെ കല്യാണമല്ലേടാ, നന്നായി നടത്തണം. നീ നിക്ക്. എന്നാടാ കുറച്ച് പൈസ തൽക്കാലം ഇത് വെക്ക്. എന്റെ വഴിക്ക് ഞാനൊന്ന് ശ്രമിക്കട്ടെ. ഏയ് വേണ്ടടാ, പൈസയ്ക്ക് ആവശ്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ വീട്ടാൻ പറ്റുന്ന കടങ്ങളല്ലേ വാങ്ങാൻ പാടുള്ളൂ. ഈ കടം എനിക്ക് വീട്ടാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. അതിനിത് കടവായിട്ടാന്ന് ആരാ പറഞ്ഞത്? ഇവൾ എന്റെയും കൂടി പെങ്ങളല്ലേടാ. അതല്ലടാ, ഇവളുടെ കല്യാണം അത് ഞാനുണ്ടാക്കുന്ന പൈസ കൊണ്ട് തന്നെ നടത്താൻ പറ്റുമോ നോക്കട്ടെ. ശരി, പക്ഷെ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടായ ആദ്യം എന്നോട് തന്നെ ചോദിക്കണം. നീ ഒരാളെങ്കിലും ഇത് പറയാനുണ്ടല്ലോടാ. ഇപ്പൊ എനിക്ക് ധൈര്യമായി.